ഷൊർണൂരിൽ തെരുവു നായ്ക്കളുണ്ട്. അതോടൊപ്പം ഇവയുടെ ശല്യവുമാണ്. എന്തെങ്കിലും നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. അതേസമയം തെരുവു നായ്ക്കളെ പാർപ്പിക്കാൻ ഷെൽട്ടർ സ്ഥാപിച്ചിട്ടുമില്ല. മുണ്ടായിൽ കണ്ടെത്തിയ സ്ഥലത്ത് ഷെൽട്ടർ സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഷൊർണൂർ നഗരത്തിലെ പല ഭാഗങ്ങളിലും തെരുവു നായ്ക്കളുണ്ട്. ശല്യവും ഏറെയാണ്. ബസ് സ്റ്റാൻഡിൽ, പാതയോരങ്ങളിൽ, കടകളുടെ മുൻവശങ്ങളിൽ ഒക്കെയാണ് തെരുവു നായ്ക്കൾ കൂടുതലായി തമ്പടിച്ചിരിക്കുന്നത്. പലപ്പോഴും കൂട്ടത്തോടെയാണ് തെരുവു നായ്ക്കളെ കാണാറുള്ളത്. നഗരസഭ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കാണ് തെരുവു നായ്ക്കളെ കൊണ്ട് കൂടുതൽ ശല്യമായിരിക്കുന്നത്. നായ്ക്കൾ യാത്രക്കാർക്ക് നേരെ കുരച്ചു ചാടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടൗണിലെത്തിയ ചിലരെ മുൻപ് തെരുവു നായ്ക്കൾ കടിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. തെരുവു നായ്ക്കളെ പാർപ്പിക്കാൻ ഷെൽട്ടർ ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. മുൻപേ പരാതികൾ കൂടുതൽ വന്നതോടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഷെൽട്ടർ സ്ഥാപിക്കാൻ പരുത്തിപ്പുറയിലായിരുന്നു ആദ്യം സ്ഥലം കണ്ടെത്തിയിരുന്നത്. എന്നാൽ ജനകീയ പ്രതിഷേധം ഉയർന്നതോടെ 26-ാം വാർഡ് മുണ്ടായിലുള്ള ശ്മശാനത്തിൽ കുറച്ച് സ്ഥലം കണ്ടെത്തുകയായിരുന്നു. ഇപ്പോഴാകട്ടെ ഈ ഭാഗത്തെ പരിസരവാസികളും കൗൺസിലർ നാരായണനും ചേർന്ന് ഷെൽട്ടർ സ്ഥാപിക്കാൻ പറ്റില്ലെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകുകയായിരുന്നു. പുതിയ ഭരണസമിതിയുടെ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ചെയ്തിരുന്നു. ഷെൽട്ടർ പണിയുന്നതിനായി നഗരസഭ 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതി അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്ന് നഗരസഭാ അധികൃതരും പറയുന്നു. പ്രദേശവാസികളെ കൂടുതൽ ബോധവൽക്കരിച്ച ശേഷം ഷെൽട്ടർ സ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നും നടക്കുന്നത്. അതേസമയം ഷെൽട്ടർ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന 26-ാം വാർഡിലെ നിവാസികളുടെ താൽപ്പര്യത്തിനൊപ്പമാണ് താനെന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും കൗൺസിലർ നാരായണനും വ്യക്തമാക്കി. ഇവിടെ ഷെൽട്ടർ സ്ഥാപിച്ച് 35 വാർഡുകളിലെയും തെരുവു നായ്ക്കളെ ഇവിടെ പാർപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിൽ നീങ്ങാനാണ് പ്രദേശവാസികളുടെയും കൗൺസിലറുടെയും തീരുമാനം. ന്യൂസ് സെന്റർ, ഷൊർണൂർ.